നേച്ചർ എനിക്ക് വരിക ഞാൻ എന്ത് ചെയ്യുന്നില്ലേ ഞാൻ മൂത്തടിച്ചിട്ട് ബോധം മൂത്തടിച്ചിട്ട് ഞാൻ എന്താക്കും തിരിച്ചു കൊണ്ടുവരാൻ നോക്കും മുഖത്ത് എന്നിട്ടൊരു എന്താ പറയാ വല്ല ഒറ്റ നോട്ടത്തിലും അദ്ദേഹത്തിന്റെ സംഭാഷണത്തിലും എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു അത്യാവശ്യം നല്ല രീതിക്ക് പുള്ളിയുടെ ഉള്ളതുപോലെ പുള്ളി ഉള്ളവർക്ക് കൊടുത്ത് ഇല്ലാത്തവർക്കും അത് പബ്ലിക്കലി ആയിട്ട് അല്ലാതെയും ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ ഇതിനെതിരെയായിട്ട് ഇന്ന് അവർക്കെതിരെ സംസാരിക്കാനായിട്ട് ആ ഒരു വ്യക്തിക്ക് വ്യക്തിത്വല്ലേ, അദ്ദേഹത്തിൻ്റെതായ ഒപ്പീനിയൻ ഉണ്ട്, അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്, അദ്ദേഹം പോസ്റ്റ് ചെയ്തു, അത് അദ്ദേഹത്തിന്റെ കാര്യം. എന്നാൽ ഈ പറഞ്ഞ ദിയ നൂറ എന്നൊക്കെ പറയുന്ന ഈ വ്യക്തികൾ ഇന്നേവരും ഇവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ കാണുന്നത്. എന്തുകൊണ്ടാണ് വന്ന് പബ്ലിക്കലി ഞങ്ങൾ വിളിച്ചത് ഫൈസൽ ഖായാണ്, അതുകൊണ്ട് ഞങ്ങൾ പോയതാണ് എന്ന് പറയാത്ത എന്താ? അപ്പോൾ ഇതുവരെയായിട്ടോ അത് അങ്ങനെ ഒരു സംഭവം ഇല്ല, അദ്ദേഹം വിളിച്ചു വരുത്തിയാണോ എന്താണെന്നോ കുറച്ച് മോളകൾ പറയണ കേട്ടുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല എന്ന് ഇവരെ കുറ്റം പറയണത് പറയാതെ ഒന്ന് ദിയാസമോ സമൂഹത്തിൽ നന്മയെ ചെയ്തിട്ടുള്ളൂ, മറ്റേ കാണുമ്പോൾ നന്മമരമായിട്ട് പറഞ്ഞത്. രണ്ടാമത് ആരിഫ് ഹുസൈൻ്റെ എൻ്റെ പൊന്നോ നമിക്കേണ്ട ഒരാളാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി എന്താ പറയുക, നമ്മുടെ ഇനി ജീവിതകാലത്തേക്ക് അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയിലേക്ക് ഭയങ്കര ഉപകാരിയാണ് ഈ ഒരു വ്യക്തി. രണ്ടാമത് വിക്കി തെറ്റി എടാ എന്തിനാടേ ആ പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളല്ലേ, എന്നാൽ ഇവരും അഭിപ്രായം തന്നെ പറയണം. എന്നാൽ മറ്റുള്ളവരുടെ ജീവിതം മോശമാക്കിയിട്ട് അവൻ ചെയ്ത് ഇന്നലെ വരെയും ചെയ്ത ഒന്നും നല്ല പ്രവൃത്തികളൊന്നുമില്ല. എന്നാൽ ഈ പറഞ്ഞ കോണകൾ എന്തെങ്കിലും ഒന്നും സമൂഹത്തിന് നന്മയായിട്ട് അല്ലെങ്കിൽ നല്ലതായിട്ട് ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ? ഞാൻ ഇന്നേവരെയും കണ്ടല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നില്ലേ ഞാൻ മൂത്തടിച്ചിട്ട് ബോധം മൂത്തടിച്ചിട്ട് ഞാൻ എന്താക്കും തിരിച്ചു കൊണ്ടുവരാൻ നോക്കും മുഖത്ത് എന്നിട്ടൊരു എന്താ പറയാ വല്ല ഇതില്ലേ